കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ ചരിത്രം തിരുത്തി ബി ഗോപകുമാർ. ഇടത് കോട്ടയിൽ 4398 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥിയായി വിജയിച്ചത് ഏറെക്കാലത്തെ പ്രയത്നം കൊണ്ട്. അധ്യാപകനും ചാത്തന്നൂർകാരനുമായ ബി ഗോപകുമാറിന്റെ പ്രവർത്തനം എക്കാലവും ജനപ്രതിനിധികൾക്ക് മാതൃക തന്നെയാണ്. ചാത്തന്നൂർ മീനാട് സ്വദേശി. വിദ്യാഭ്യാസ കാലഘട്ടം മുതലേ പൊതുപ്രവർത്തനത്തിൽ സജീവം. MA ബിരുദവും BEഡും കരസ്ഥമാക്കി അധ്യാപക ജീവിതത്തിലേക്ക് കടന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന അദ്ദേഹം ഒരു സ്വയം സേവകനായി പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ടു പോയി. BJPയുടെ സംസ്ഥാന സമിതി അംഗം, കൊല്ലം ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് തുടങ്ങി വഹിച്ച ഭാരവാഹിത്വങ്ങൾ ബി ഗോപകുമാർ എന്ന വ്യക്തിയെ കൂടുതൽ പാകപ്പെടുത്തി. രണ്ടായിരത്തി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചാത്തന്നൂരിൽ നിന്ന് ജനവിധി തേടി. അന്ന് ലഭിച്ചത് 33,199 വോട്ടുകൾ. BJPയുടെ അക്കാലത്തെ മുന്നേറ്റത്തിലൂടെ ബി ഗോപകുമാർ എന്ന വ്യക്തിപ്രഭാവത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. വീണ്ടും 2021 മത്സരിച്ചപ്പോൾ നേടിയത് 42,090 വോട്ടുകൾ. 2016 നിന്ന് 8,891 വോട്ടുകളുടെ വർധനവ്. ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനം BJPക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. LDF UDF കൂട്ടുകെട്ട് BJP അന്ന് പിന്നിലാക്കി. എന്നാൽ ബി ഗോപകുമാർ തന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ സജീവം. മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ബി ഗോപകുമാറിന്റെ പ്രവർത്തനം. വോട്ടെണ്ണൽ തുടർന്നപ്പോൾ കേരളത്തിൽ ഇത്തവണ ആദ്യം താമര വിരിഞ്ഞത് ചാത്തന്നൂരിലാണ്. 4398 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇടതുകോട്ടയെ തകർത്ത് ബി ഗോപകുമാർ വിജയിച്ചു. ചാത്തന്നൂരിലെ എല്ലാ ജനവിഭാഗങ്ങളും മത സാമുദായിക ചിന്തകൾക്കതീതമായി BJPക്ക് നൽകിയ NDAക്ക് നൽകിയ ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് എല്ലാ പ്രതിസന്ധികളെയും രണ്ടു മുന്നണികളെയും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെയും മറികടന്നുകൊണ്ട് വിജയിക്കാൻ അവസരമുണ്ടാക്കി തന്നത്. ജനം ഒരു ഡീലിനും തയ്യാറല്ല. ഇത്തവണ താമര വിരിയിക്കുന്ന മണ്ഡലമായി ചാത്തന്നൂരിനെ മാറ്റണമെന്ന് ചിന്തിച്ചു. അതനുസരിച്ച് വോട്ട് ചെയ്തു. സംഘവും പാർട്ടിയും പരിവാർ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പിനാണ് ചാത്തന്നൂർ സാക്ഷ്യം വഹിച്ചത്. ഓരോ തിരഞ്ഞെടുപ്പിലും തളരാതെ മുന്നോട്ട് നീങ്ങിയ പോരാളിയാണ് ബി ഗോപകുമാർ. ഇന്ന് വിജയരഥത്തിലേറി വരുമ്പോൾ BJP പ്രവർത്തകർക്കും ചാത്തന്നൂരിലെ ജനങ്ങൾക്കും ബി ഗോപകുമാർ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പിന്തിരിഞ്ഞു പോകാതെ, കൂട്ടുകെട്ട് ഭയക്കാതെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചാൽ വൈകിയായാലും വിജയത്തിലേക്ക് തന്നെ എത്തും എന്ന സന്ദേശമാണിത്. ജനം, കൊല്ലം.